ഒരു സെഡാൻ വണ്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായതാ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ സെഡാനിൽ തന്നെ ഹോണ്ടന്റെ അമേസ് ഉണ്ട്, അങ്ങനെ കുറച്ച് വണ്ടി അതൊന്നും നോക്കിയില്ല? അമേസ് നോക്കി, പക്ഷെ നമുക്ക് ലുക്ക് വൈസ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്ത് നമുക്ക് റോഡ് പ്രസൻസും ലുക്കും ആയിരിക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ഇത് പെട്ടെന്നൊരു ലോങ് നോക്കുമ്പോൾ ഏതോ ഒരു പ്രീമിയം വണ്ടി വരുന്ന ഒരു BMW എല്ലാം ഇത്രയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടും ആംറെസ്റ്റും കൂടി കൊടുത്തിരുന്നെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഡിസയർ ആണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാഹനം കൂടിയാണ് ഡിസയർ. അതായത് ഇന്ത്യയിൽ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ. ഈ ഒരു ഡിസയർ എടുത്ത ഒരു യൂസർ ഉണ്ട്, അദ്ദേഹത്തോട് നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ചോദിക്കാം, എന്താണ് ഡിസയറിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് കാരണം. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് കൂടിയാണ് ഡിസയറിൻ്റെ, ഒരു ബ്ലാക്ക് ലുക്ക്. മാരുതി എന്ന് പറയുമ്പം പലർക്കും ഉള്ള ഒരു നെഗറ്റീവാണ് പപ്പടം വണ്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ പേരുണ്ട്. അതിനൊക്കെയുള്ള ഒരു റിവെഞ്ചായിട്ട് ഇറക്കിയ ഒരു വാഹനം കൂടിയാണ് മാരുതിയുടെ ഡിസയർ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണ് ഡിസയർ. നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന യൂസറെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ഇതിന് ഒരു നെഗറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ബ്രോ ആണ് കുറച്ച് നാളായിട്ട് ഈ ഒരു ഡിസയർ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി, നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ പേര് സുഹൈൽ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഒരു വെഡ്ഡിങ് കമ്പനി ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. വെഡ്ഡിങ് കമ്പനി ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവും, എന്താണ് പേജ്? ലെൻസോഗ്രാഫി എന്ന ഒരു വെഡ്ഡിങ് കാസർഗോഡ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. പഠിക്കുന്നുണ്ട്, അതുപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ BCA. പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ സ്വന്തമായിട്ടൊരു വാഹനം. ഡിസയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് കാരണം? ഇപ്പം മുമ്പ് വേറെ ഏതെങ്കിലും, അതായത് അതും വെറൈറ്റി ആയിട്ടുള്ള ലുക്ക്, അതായത് ബ്ലാക്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അഡീഷണൽ ലുക്ക് അത് ഫ്രോങ്സ് പോലെ ഞാൻ അങ്ങനത്തെ കുറച്ച് നോക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഡിസയറിൻ്റെ, അതായത് പഴയ മോഡലല്ലേ പുതിയ മോഡലുണ്ട്, അപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ലുക്ക്. ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ പറയണ്ട അത്രയും ലുക്കാണ് ബ്ലാക്കിൽ. പിന്നെ അഡീഷണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാകും പിന്നെ വണ്ടി വേറെ ലെവലായി. ഇപ്പം എടുത്തിട്ട് നമ്പർ ഒന്നും ആയിട്ടില്ല അല്ലേ? ആയില്ല. എത്ര മാസം നമ്പർ ടൈം എടുക്കുക. എന്താ വെച്ചാൽ മുമ്പ് ആൾട്ടോ വണ്ടി ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അതിൻ്റെ സെയിം നമ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അതെ, സെയിം നമ്പർ. പിന്നെ കാസർഗോഡ് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. കാസർഗോഡ് ബേസ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ആണ് എന്തിലും അല്ലേ, മോഡലായിട്ട് ഇറക്കുന്ന വണ്ടിയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും. അത് മെയിൻ ഇറക്കിയത് തന്നെയാണ്. ഒന്നാമത് ഡിസൈർ കാണൽ കുറവാണ്, ആൾക്കാർ കണ്ട് വൈറ്റ് ആണ് കൂടുതൽ ഉണ്ടായത്. ഇപ്പൊ ബ്ലാക്ക് ഇറങ്ങാൻ വെറൈറ്റി ആയിട്ടുള്ള ലുക്ക്. പിന്നെ ഒന്നാമത് ഇതേ ലുക്കിലുള്ള ഡിസൈറും കുറവാണ്. മോഡിഫൈ എല്ലാം ചെറിയ രീതിയിൽ ചെയ്ത് ഇവിടുന്ന് തന്നെയാ? ഇവിടെ തന്നെ അടുത്ത് തന്നെ. ഒരു സെഡാൻ വണ്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായതാ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ സെഡാനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഹോണ്ടന്റെ അമേസ് ഉണ്ട്, അങ്ങനെ കുറച്ച് വണ്ടി അതൊന്നും നോക്കിയില്ല? അമേസ് നോക്കി, പക്ഷെ നമുക്ക് ലുക്ക് വൈസ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്ത് നമുക്ക് റോഡ് പ്രസൻസും ലുക്കും ആയിരിക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ഇത് പെട്ടെന്നൊരു ലോങ് നോക്കുമ്പോൾ ഏതോ ഒരു പ്രീമിയം വണ്ടി വരുന്ന ഒരു BMW എല്ലാം. ഇപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് ചിലപ്പോൾ അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഞാൻ ലോങ് നോക്കിയില്ല ഏതോ BMW ഓടിയാ ആ ഒരു ഫീൽ ആയിരിക്കും. അടുത്തെത്തുമ്പോൾ മാത്രമേ, എന്നാലും വണ്ടിക്ക് ഒരു റോഡ് പ്രസൻസും ലുക്കും അത് വേറെ അമേസിന് കിട്ടൂല. പിന്നെ ഇത് ഇങ്ങനെ പണിതുകൊണ്ട് പിന്നെ ഒരു ഡിസൈർ തന്നെ മനസ്സിലാവില്ല, അടുത്തൊന്ന് നോക്കണം വണ്ടി ഏതാ മനസ്സിലാവുന്നു. പിന്നെ ബ്ലാക്കിന് നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഡസ്റ്റ് മാത്രമാണ്, വേറെ കുറച്ച് പൊടിയാകുമ്പോൾ തന്നെ കഴുകേണ്ടി വരും. കഴുകാൻ അത്ര ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മൈലേജിന്റെ കാര്യം ഒന്നും എത്ര ഇപ്പം ഏകദേശം കാണിക്കുന്നുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു കമ്പനി 25 പറയുന്നത്, എനിക്കിപ്പോ ഏകദേശം ഒരു 17-18 ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ, 1000-2000 കിലോമീറ്റർ മെയിൻറ്റെയിൻ ഓടിയാൽ 17-18 ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഒരു 15 ഹില്ലേരിയൊന്നും പോയില്ല, സ്ട്രൈറ്റ് അധികം. അതന്നെ സ്ട്രൈറ്റ് നോർമൽ ആവറേജ് നമ്മൾ നോർമൽ ഓടിച്ചാൽ ഒരു 17-18 കിട്ടും. കുറച്ച് റഫായിട്ട് ഓടിച്ചാൽ ഒരു 15-16. ഈ ഒരു വാഹനത്തിന് നെഗറ്റീവ്സ് ഉണ്ട്. അതായത് ഏതൊരു വാഹനത്തിനും ഇനി എത്ര വിലയുള്ള വാഹനമാണെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവും. നമുക്ക് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. നമുക്കൊരു ഡ്രൈവ് പോവാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചാലോ അല്ലേ? അതെ ബ്രോ, ഇത് ഏത് വേരിയന്റ് വരുന്നത്? ഇത് ZX+ ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ലേ? ഇതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് കാരണങ്ങൾ എന്തെങ്കിലും? കാരണം ഇതിന് നല്ലൊരു പ്രൈസ് വരുന്നില്ലേ അല്ലേ? ഓൺ റോഡ് ആകുമ്പോൾ 1056 2025 വേരിയന്റ് വരുന്നത്. 26 ഇപ്പം എങ്ങനെ അറിയില്ല, എടുക്കുമ്പോൾ അത്ര ഉണ്ടായി.
ഒരു ടോപ്പ് വേരിയന്റ് തന്നെ എടുക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് അധികമായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിലേക്ക് എത്തിയതായിരിക്കും അല്ലേ? അങ്ങനെയും ഏതൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ഇപ്പം ഈ ഒരു വേരിയന്റിൽ? നമ്മൾ 360 വരുന്നുണ്ട്, വയർലെസ്സിങ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. 360 ക്യാമറ, വയർലെസ്, സൺറൂഫ്, പിന്നെ അലോയ് വരുന്നുണ്ടായിരുന്നു. അലോയ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കൊടുത്തിട്ട് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് കയറ്റിയത്. അതായത് വേറെ എത്ര ഇഞ്ചാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്? കമ്പനി 15 വരുന്നത്, ഇതിപ്പോൾ 17 കയറ്റി. മൈലേജ് ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? 17 അങ്ങനെ? ഞാൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ എടുത്തത്. ഡയറക്റ്റ് ഞാൻ ഷോറൂമിൽ പിന്നെ നോക്കിയിട്ടില്ല. ശരിക്കും ഡെലിവറി എടുത്ത് തന്നെ ഈ ലുക്കിലാക്കിയിട്ട് തന്നെ എടുത്ത് പുറത്തേക്ക് വണ്ടി വരുമ്പോൾ അതിന് മുമ്പ് ഓട്ടിയിട്ടില്ല. ഈ സൺറൂഫിന്റെ എല്ലാം യൂസേജ് ശരിക്കും ഉണ്ടോ? അങ്ങനെ യൂസേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ യൂസ് ഉണ്ടാവില്ല, ചിലപ്പോൾ എനിക്ക് യൂസ് ഉണ്ടാവും തോന്നുന്നത്. ചില ഫോട്ടോഗ്രാഫി ഇതായതുകൊണ്ട് ഇപ്പോൾ റണ്ണിങ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡിക്കി ഓർന്നാണ് എടുക്കുക, അപ്പോൾ അത് കുറച്ച് റിസ്ക് പരിപാടിയാണ്. മനസ്സിലായി? വീഡിയോഗ്രാഫി എല്ലാം എടുക്കുമ്പോൾ വെഡിങ് ഷൂട്ടോ അങ്ങനെ കുറച്ച് റിസ്ക് പരിപാടി. പോലീസ് പിന്നാണ് ഫൈനൊക്കെ അടിച്ചത്, പിന്നെ അതും വേറെ പ്രശ്നമാണ്. ഇതാകുമ്പോൾ ഇത് തുറന്ന് ഇതിൽ കയറി എടുത്താൽ എല്ലാവർക്കും യൂസേജ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അത് യൂസേജ് എന്നല്ല, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ചിലപ്പോൾ എവിടെയെങ്കിലും സാഹചര്യം വരും. ഈ ഒരു വേരിയന്റിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഒക്കെ DRL ലൈറ്റ് വരുന്നത്, LED വരുന്നുണ്ടോ നല്ല. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, റിയർ AC വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പറഞ്ഞിരുന്നു, അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 360 ക്യാമറ, പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും ചെയ്യിപ്പിക്കേണ്ട വരുന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് വേരിയന്റ് തന്നെ എടുത്തത്. ഇപ്പം വണ്ടി ഇറക്കുമ്പോൾ തന്നെ എല്ലാ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ അല്ലേ? പിന്നെ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കുറച്ച് കയറ്റിയത്, അതായത് പിന്നെ അലോയ് കയറ്റി, സ്പോയിലർ, പിന്നെ ഫ്രണ്ട് സ്പ്ലിറ്റർ, സൈഡ് സ്കേർട്ടിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ആക്കി എടുത്തത്. കുറച്ച് ബാക്കിയുണ്ട് സെക്യൂർ ചെയ്യാണ്ട്. പിന്നെ ഒരു കുറച്ച് പ്ലാൻ വെച്ചാൽ ഇതിൻ്റെ ഇന്റീരിയർ മൊത്തത്തിൽ മാറ്റാണ്. അതായത് ഇതിൻ്റെ ഇന്റീരിയർ വൈറ്റ് അല്ലേ, അപ്പം അത് മാറ്റിയിട്ട് ബ്ലാക്കും റെഡും തീമിലേക്ക് ഫുൾ സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്ന ടീം ഉണ്ടാവും കാസർഗോഡ് തന്നെ, നോക്കണം തപ്പണ തന്നെ. ഇപ്പോൾ അതാണ് കുറച്ച് ഇപ്പോൾ പ്ലാനിലുള്ളത്. പിന്നെ ഡീക്രോം ചെയ്യാണ്ട്. എന്തായാലും ബ്രോ ഇപ്പം എക്സ്ട്രാ ഇത് ചെയ്ത് അലോയ് കയറ്റി, പിന്നെ ഇത് ലുക്ക് മാറ്റുമ്പോൾ ഒക്കെ കുറച്ച് ക്യാഷ് കൂടുതലായിട്ടുണ്ടാവും അല്ലേ? കുറച്ച് അഡീഷണൽ ചെയ്യുന്നില്ല. അതെ. അപ്പൊ എന്തായാലും വണ്ടിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്ത് അല്ലേ? പിന്നെ ഓട്ടോമാറ്റിക്കല് പോകാണ്ടിരുന്നത് എന്താണ്? എനിക്ക് മാനുവലാണ് താല്പര്യം അല്ലേ? ഇപ്പം കുറച്ച് ആൾക്കാരെല്ലാം പറയുന്ന ഓട്ടോമാറ്റിക് ആണ്, ട്രാഫിക്കിലും അതിലെല്ലാം ശരിയാണ്. ഓരോരുത്തര് ഓരോരോ താല്പര്യവും കാഴ്ചപ്പാടും ആണ് അല്ല. അതിനാട്ടി കൂടുതൽ കുറച്ച് കംഫർട്ട് മാനുവൽ ആവുമ്പം പിന്നെ ഇത് 1.2 3 സിലിണ്ടർ അല്ലേ വരുന്നത്. അപ്പം കുറച്ചൊരു ശരിക്കും ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ഇപ്പൊ മൊത്തത്തിൽ നോക്കാനുള്ള ഒരു നെഗറ്റീവ് എന്റെ കാഴ്ചപ്പാടില് ആ ഒരു കാര്യം പുള്ളിങ് കുറവാണ്. അപ്പം മാനുവൽ ആകുമ്പോൾ വേണം നമുക്ക് കുറച്ച് ഗിയർ ഡൗൺ എല്ലാം ആക്കിയിട്ട് ഇത് രീതിയിൽ പോവാം. അതിന്റെ മെയിൻ നെഗറ്റീവ് ആയിട്ട് കാണാനുള്ളത് ആ ഒരു സംഗതി മൊത്തത്തിൽ ഓക്കെയാണ്. അതിലേക്ക് എത്തുമ്പോക്ക് ഒന്ന് ഇതാവുന്നുണ്ട് എല്ലാവരും. എന്താ ഇപ്പൊ മാരുതി സുസുക്കി എല്ലാ വണ്ടിയും 3 സിലിണ്ടറിലേക്ക് കൺവേർട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അത് പിന്നെ ഞാൻ മെയിൻ ലുക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ വലിയ പ്രശ്നമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ആൾട്ടോട്ടിക്കൊണ്ടായിരുന്ന ആളെ, അപ്പൊ അതിന് ഇതിലേക്ക് വരുമ്പോ അതിന്റെ ഡിഫറൻസ് എന്തായാലും എനിക്ക് ഉണ്ടാവും. എനിക്ക് മെയിൻ റോഡ് പ്രസൻസും ആ ഒരു കാര്യമാണ് മെയിൻ വേണ്ടത്. അപ്പം 3 സിലിണ്ടർ ആക്കിയതിൽ കൂടുതൽ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ്സ് പറയാം. അത് എല്ലാവരും ഈ വണ്ടി എടുക്കാൻ ഒരു മടി കാണിക്കുന്ന ആ ഒരു റീസൺ കൊണ്ട് മാത്രം. പക്ഷെ അതിൻ്റെതായ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് 3 സിലിണ്ടർ ആകുമ്പോൾ. അതായത് സ്വിഫ്റ്റ് ആണെങ്കിലും പുതിയ മോഡൽ സ്വിഫ്റ്റിനും 3 സിലിണ്ടർ തന്നെയാണ് ഉള്ളത്. അതുപോലെ ബലേനോ ഫ്രോൺസ് ഒക്കെ അപ്ഡേറ്റ് 2026 വരുന്നുണ്ട്, 3 സിലിണ്ടർ ആവുന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ ഇതില്ല. അപ്പം അത് കുറച്ച് ആൾക്കാർക്ക് അത് നെഗറ്റീവായിട്ട് തന്നെയാണ്. പിന്നെ ഒരു ഇത് പറയാണ്ട് വെച്ചാൽ ഇത്രക്ക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ആംറസ്റ്റ് കൊടുക്കായിരുന്നു. ഇത്ര പൈസ ആംറസ്റ്റ് ഇല്ല, ഒരു വേരിയന്റിലും ഇല്ല. ടോപ്പിന്റെ എന്തായാലും തരണ്ടാണ്. അതന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടും ആംറസ്റ്റും കൂടി കൊടുത്തിരുന്നെങ്കിൽ ചെറിയ പൈസയുടെ ഒരു കാര്യമാണ്. അത് കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ആകുമ്പോൾ പുറത്ത് പോയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നല്ലേ. അതൊന്ന് ജസ്റ്റ് ഒന്ന്
ഇതാക്കണമായിരുന്നു. അതെന്തായാലും കമ്പനി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഇത്ര ഇതാക്കി പോകുമ്പോ നമുക്ക് ആ ഒരു ആം റെസ്റ്റ് ഇല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ ഇപ്പൊ പുറത്ത് അഡീഷണൽ ചെയ്തത് അഡീഷണൽ ചെയ്യുമ്പോ നമുക്ക് ചില ആൾക്കാർക്ക് അത് പെർഫെക്റ്റ്, അത് കമ്പനി വരുന്ന പെർഫെക്ഷൻ എന്തായാലും അഡീഷണൽ കിട്ടൂല. അത് കമ്പനി AC വിൻഡോ ഫിക്സ് ആ ഒരു ഇതിലേ വരും. ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ല. അപ്പൊ ഇതില് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, അല്ല വയർലെസ് സോറി ഇപ്പൊ കേബിൾ ചാർജിങ് വരുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ കവർ ആയി. അത് അപ്പൊ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റൂല. കമ്പനി റെസ്റ്റ് വരുമ്പോ ആ ഒരു ഇതിലേ വരും. അതന്നെയാണ് ഇപ്പം പുറത്തുനിന്ന് ഇപ്പം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ ചെയ്യുന്നതുണ്ട് ആൾക്കാർ. പക്ഷെ നമ്മൾ കമ്പനിന്ന് വരുമ്പോൾ അതിൻ്റെതായ പെർഫെക്ഷൻ, ഇപ്പൊ പല കമ്പനിയും ബ്രാൻഡുകളും പിന്നെ ഫീച്ചേഴ്സ് വളരെ കുറക്കുന്നു, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കുന്നുമില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പൈസ ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം ടോപ്പ് എൻഡ് വേരിയന്റില്ല എന്തായാലും ഹംറസ്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത് ബ്രോക്ക് ഈ ഒരു നെഗറ്റീവും പിന്നെ ഒരു പവറിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് മെയിൻ തോന്നിയിട്ടുള്ളത് അല്ലേ. പിന്നെ പുറത്ത് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു വേറെ ഇല്ലല്ലോ. എന്തായാലും ആംറസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കല് കുറച്ചൊരു ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരു കൈ വെച്ച് പോകുമ്പോൾ ഓടിക്കേണ്ട തന്നെയാണ്. 6 എയർ ബാഗ് എല്ലാ മാരുതിയുടെ എല്ലാ വാഹനത്തിനും ഇപ്പൊ 6 എയർ ബാഗ് തന്നെയാണ് അത് വരുന്നത്. അത് ഇതിന് പിന്നെ സേഫ്റ്റി 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റിലെല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് അല്ലേ. അതൊന്നും നോക്കിയില്ല, മെയിനായിട്ട് ഈ ലുക്ക് തന്നെയാണ് ആദ്യം പറഞ്ഞ മെയിൻ ഫോക്കസ് ലുക്ക് തന്നെയായിരുന്നു. ആ ലുക്ക് നോക്കി ഒരു ബ്ലാക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലുക്ക് ഉണ്ടാവും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത സെഡാൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ലാഗോ കാര്യങ്ങളോ അതായത് ബോഡി റോളിംഗ് ഒന്നും ഇല്ല വണ്ടിക്ക്, കുറച്ച് സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയാണ്, അതായത് ഇത്ര നാളത്തെ ഉപയോഗത്തിൽ എങ്ങനെയുണ്ട് കംഫർട്ട്? വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, നോർമൽ ഓക്കെയാണ്. എന്താ വെച്ചാൽ ആൾട്ടോ ആണ് മുമ്പ് ഓട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഇതിലൊക്കെ നമുക്ക് നിന്റെ അതിൻ്റെതായ പെർഫെക്റ്റ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് ടോപ്പിൽ കയറിയിട്ട് ഇതിൽ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ച് വരുമായിരിക്കും നെഗറ്റീവായിട്ട് തോന്നും. അപ്പോൾ അതിന് ഇതിൽ ഞങ്ങൾക്ക് നല്ല കംഫർട്ട്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ അങ്ങനെ പ്രശ്നം. പൊതുവെ ഒരു സെഡാൻ ടൈപ്പ് വാഹനങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പൊ ഇതിനും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അടങ്ങ് പോകുമ്പോൾ അടി തട്ടലോ? ക്ലിയറൻസ് നോർമലി കുറവാണ്, പക്ഷെ ഞാൻ ഈ അഡീഷണലും ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ടാസ്ക് ആണ്. സ്പോയിലർ ഫ്രണ്ട് സ്പ്ലിറ്റർ ഇട്ടോണ്ട്, പക്ഷെ ഇട്ടോണ്ട് ഒരു ഗുണമുണ്ട്. അടി തട്ടിയാൽ അതിലേക്കായിരിക്കും എഫക്ട് ചെയ്യുക, നമ്മളെ ബോണറ്റിലേക്ക് വരില്ല. അപ്പൊ എന്തെങ്കിലും പറ്റിയ അതിന്റെ അടി സ്ക്രാച്ച് ആവുന്നേ ഉള്ളൂ. അങ്ങനെ വെടങ്ങും തട്ടിയിട്ടുണ്ടാവും ഇപ്പം ചെറിയ കൺജസ്റ്റഡ് ഏരിയയിൽ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, ആൾട്ടോട്ടിക്കൊണ്ട് ആ ഒരു മൈൻഡില് എല്ലായിടത്തും എടുത്തോണ്ട് പോകും. ഒരു തട്ട് തട്ടു, ഇപ്പൊ ഒരു 5 തട്ട് അടിച്ചാൽ പിന്നെ പഠിക്കും. ഇപ്പൊ ഫാമിലി ആയിട്ടെല്ലാം ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു 4-5 പേരെല്ലാം പോയിട്ടുണ്ടായില്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മിഞ്ഞാന്ന് വയനാട്, ഊട്ടി, കോഴിക്കോട് പോയി ഒക്കെ ട്രിപ്പ് കഴിഞ്ഞിട്ട് മിഞ്ഞാന്ന് വന്നതാ. ഫാമിലി ആയിട്ടാ ഫ്രണ്ട്സ് ആയിട്ട് 5 പേരും ഉണ്ടായിനാ വണ്ടിയില്? 5 പേരാണ്. ബാക്കിൽ കുറച്ച് സൈസുള്ള ആൾക്കാർ തന്നെയാവും. അപ്പം പിന്നെ ഈ 5 പേര് യാത്ര ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ പവറിന്റെ എന്തായാലും പ്രോബ്ലം പറഞ്ഞു. പിന്നെ കംഫർട്ടിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും ഒരു എനിക്ക് തോന്നുന്ന ഒരു 500 ഒരു 1000 കിലോമീറ്ററിന്റെ അടുത്ത് എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ പോയി വന്നിട്ടുണ്ടാവില്ല? ആയിട്ടുണ്ടാവും. എന്നിട്ടും ക്ഷീണോ കാര്യങ്ങളോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബ്രോ ഏതായാലും ഒരു ഡിസയർ എടുക്കുന്ന ആൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു റെക്കമെൻഡ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? റെക്കമെൻഡ് ആയിട്ട് പറഞ്ഞില്ല, പവർ ഓക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കണമെന്ന് പറയുള്ളൂ. ചില ആൾക്കാർക്ക് ഉണ്ടാവും, അതായത് വണ്ടി പവർ വേണം, നല്ല പിക്കപ്പ് വേണം, അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ സേഫ്റ്റി, മൈലേജ്, ലുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ്. അതും ലുക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ എടുക്കണമല്ലേ? ശരിക്കും വേറെ തന്നെ ലുക്കാണ്. വൈറ്റ് ഒക്കെ ഒരു ഫീല് കിട്ടില്ല, ബ്ലാക്ക് ഒരു വേറെ തന്നെ ഫീല് വരുന്നുണ്ട് ഡിസയറിന്റെ. അപ്പം ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് മാരുതി ഡിസയർ. ഇപ്പൊ കുറച്ചായതേ ഉള്ളൂ ആള് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങളൊന്ന്
കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഡിസയർ പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.